ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഒക്ടോബർ മാസത്തെ നിങ്ങളുടെ ഈ ഒരു ഒക്ടോബർ മാസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1 ആണ് ചൂസ് ചെയ്യുന്നത്. ഈ ഒരു വൈറ്റ് ക്രിസ്റ്റലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1 ബ്ലൂ ക്രിസ്റ്റൽ, അതായത് ഡീപ് ബ്ലൂ ലുസൈഡ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2. ആൻഡ് ഈ ഒരു പിങ്ക് ക്രിസ്റ്റൽ ആണ് എങ്കിൽ പൈൽ നമ്പർ 3. ഇതിലേതാണ് ചൂസ് ചെയ്യുന്നത്? ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, pile number 1. So pile number 1, let's see നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം. ഈ ഒരു ഒക്ടോബർ മാസം പൈൽ നമ്പർ 1 ചൂസ് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ്? ഈ ഒരു ഒക്ടോബർ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. See, Temperance energy, 9 of Cups, 4 of Cups, 8 of Cups, Queen and Queen. 2 ക്വീൻസ് ആണ് നിങ്ങൾക്ക്. ക്വീൻ എനർജിയാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു മാസം നിങ്ങൾക്ക് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നമ്മൾ പൊതുവെ പറയുന്ന ഒരു ഡിവൈൻ എനർജി അല്ലെങ്കിൽ ഒരു അനുഗ്രഹീതരാണ് നിങ്ങൾ എന്നുള്ളത്. ദൈവാനുഗ്രഹം ഏത് തരത്തിലാണെങ്കിലും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഈ ഒരു ദൈവിക സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്ന സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ചുറ്റുമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിലും നിങ്ങൾ പുരുഷനാണെങ്കിലും നിങ്ങൾക്ക് ചുറ്റുമുള്ളത് നിങ്ങളോട് അത്രയും അടുപ്പമുള്ള രക്തബന്ധമുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലാത്തവരായിരിക്കാം. നിങ്ങളോട് അത്രയും അടുപ്പമുള്ള, നിങ്ങളായിട്ട് അത്രയും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രാർത്ഥനകളും അല്ലെങ്കിൽ നിങ്ങൾ അത്രയും മുന്നോട്ടേക്ക് നല്ല രീതിയിൽ ജീവിതം കൊണ്ടുപോകുന്നത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ടെമ്പറൻസ് എനർജി നിങ്ങളിൽ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ജീവിതത്തിനൊരു നമ്മൾ പറയുക സന്തുലിതാവസ്ഥ തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. എല്ലാം തകിടം മറിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ കാര്യങ്ങളും ഒരേ സ്ഥാനത്ത് നിൽക്കേണ്ടടുത്തല്ല നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ജോലിയിൽ പ്രശ്നങ്ങളായിരിക്കാം, ഫാമിലിയിൽ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് ഓരോ സിറ്റുവേഷനിൽ മാറ്റങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ടിപ്പോൾ ജോലിയിൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ജോലി സാഹചര്യമാണ്, കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരികളായിട്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന അവിടെ അപ്രീസിയേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ജോലിയിൽ ഇപ്പോൾ ഉള്ളതെങ്കിൽ അത് നിങ്ങൾക്കൊരു നിങ്ങൾ ആഗ്രഹിച്ചൊരു ലെവലിൽ ആ ഒരു അപ്രീസിയേഷൻ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നൊരു ആ ഒരു ബാലൻസ് ജോലിയിൽ വരുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്കൊരു പക്ഷേ നിങ്ങളിപ്പോൾ ജോലിയിലേക്ക് ഒരു ജോലി മാറ്റം ചിന്തിക്കുന്നവർക്കാണെങ്കിൽ അതൊരു ജോലി മാറ്റമായിട്ട് ആവാം നിങ്ങളിലേക്ക് അത് എത്തുന്നത്. ജോലിയിലൊരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഇതൊരു ആൽക്കമിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ആൽക്കമി. അപ്പോൾ ആൽക്കമി വളരെ പ്രശസ്തമായി ആളുകൾ കേട്ട് തുടങ്ങിയത് നമ്മൾ ഹോൾ കെമിസ്റ്റ് വായിച്ചിട്ടതിന് ശേഷമാണ്. അപ്പോൾ പോലക്കോളോടെ പുസ്തകം വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്തവർ തന്നെ അധികം ആളുകൾ ഉണ്ടാവില്ല. ആ ഒരു ആൽക്കമിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു നിധി അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നു എന്നുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഈ നിധി എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും ആ ഒരു സാമ്പത്തികമായിട്ട് പിന്നിട്ട് നിൽക്കുന്ന ആളുകളാണ് എങ്കിൽ, പ്രത്യേകിച്ച് ഒരു സാമ്പത്തികമായിട്ട് ഒരു നിധി എന്ന് പറയുമ്പോൾ സാമ്പത്തികം എന്നുള്ളതാണ്. പക്ഷേ അതല്ലാതെ ഇപ്പോൾ നമ്മൾ പറയും ചില വ്യക്തികളെ കുറിച്ച്, എൻ്റെ ജീവിതത്തിലേക്ക് വന്ന നിധിയാണ് നീ എന്ന് പറയുന്ന പോലെ നിങ്ങൾ തേടിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു നിധി നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയാം.
അപ്പോൾ നിങ്ങളായിട്ട് ചിന്തിക്കുക നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്താണ് അത് എന്നുള്ളത്. ഈ ഒരു ജീവിതത്തിൽ ആ സന്തുലിതാവസ്ഥ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും ആ ഒരു സാഹചര്യം. അതിപ്പോൾ സാമ്പത്തികമായിട്ടുള്ളൊരു മുന്നേറ്റം, ഒരു വ്യക്തിയാവാം, ഒരു സാഹചര്യമാവാം, എന്തുമാകാം. ആ ഒരു ബാലൻസ് ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ്. 9 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു മാസം എന്ന് പറയുന്നത് ഏതോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം, ജീവിതത്തിൽ വേണമെന്ന് ചിന്തിച്ചൊരു കാര്യം, കുറച്ച് നാളായിട്ട് സ്വന്തമായിട്ട് കാലങ്ങളായിട്ട് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സങ്കല്പം സത്യമാകുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീട് എന്നുള്ളൊരു സങ്കല്പം നിങ്ങൾക്ക് സത്യമാക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു 9 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ വിഷ് കാർഡാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം സഫലമാകുന്നു എന്നുള്ളൊരു സാഹചര്യമാണ്. യൂണിവേഴ്സ് നിങ്ങൾക്കൊരു സമ്മാനം കാത്തു വെച്ചിട്ടുണ്ട്. ആ സമ്മാനം നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു എന്ന് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കും. നമ്മൾ പറയുമല്ലോ, നോട്ട് ഈവൺ ഇൻ മൈ വൈൽഡസ്റ്റ് ഡ്രീംസ്, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് എന്ന് പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും പലരും മനസ്സിൽ ആഗ്രഹം കാത്തു സൂക്ഷിക്കും. പക്ഷെ വിശ്വാസം ഒരു പരിധി വരെ മനസ്സിൽ ചിലപ്പോൾ അത് നടക്കുമോ എന്നുള്ള ചിന്തയായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതിന് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു വ്യക്തി എന്നാണ് പറഞ്ഞു. ചുറ്റുമുള്ള ഏതൊരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതുമാവും നിങ്ങളുടെ എനർജി നിങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾ അത്രയും മാനിക്കുന്ന ഒരു വ്യക്തി, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാവാം. അപ്പോൾ തിരിച്ചും നിങ്ങൾ അതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാത്തതുമാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം വിശ്വാസമില്ല, ആ വ്യക്തിയിൽ വിശ്വാസമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുകയാണ് ചെയ്യുന്നത്. ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ആ ഒരു പ്രപഞ്ചശക്തി, ആ ഒരു സമ്മാനം നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു മാസത്തെ നിങ്ങളിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പ്രണയം ചില ആളുകളെ സംബന്ധിച്ചൊരു ക്ലാസിക് റൊമാൻസ് എന്നൊക്കെ പറയാവുന്ന രീതിയിലൊരു റൊമാൻറ്റിക് സിറ്റുവേഷനാണ്. കാരണം ക്ലാസിക് റൊമാൻസ് എടുത്ത് പറയാൻ നമ്മൾ പൊതുവേ ഒരു പ്രണയം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല കാലഘട്ടത്തിനനുസരിച്ച് പഴയ കാലഘട്ടത്തിൽ കത്തുകളിലൂടെ പ്രണയം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു പ്രണയമാണ്. ഇപ്പോഴത്തെ പ്രണയവും സംസാരമൊക്കെ മറ്റു വഴികൾ ലക്ഷ്യം ഒന്ന് തന്നെയാണെങ്കിലും മാർഗത്തിന് വളരെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാർഗം, ആ ഒരു ക്ലാസിക് റൊമാൻറ്റിക് സ്റ്റൈൽ, ആ ഒരു ലവ് ലെറ്ററോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു പഴയകാലത്തെ ഒരു പ്രണയം, ആ ഒരു രീതിയിൽ ചിന്തകളും ഒക്കെയുള്ള ആ ഒരു മെത്തേഡ്, പഴയകാലത്തെ രീതിയിലുള്ള ഒരു പ്രണയം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളൊരു പഴഞ്ചനാണ്, ഈ ഒരു പഴഞ്ചൻ ചിന്താഗതി എന്നുള്ളത്. അപ്പോൾ ചില കാര്യങ്ങളിൽ പഴയ രീതികൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി, അതേസമയം തന്നെ ഒരു മുന്നോട്ടേക്ക് ഫോർവേഡ് തിങ്കിങ് ഉള്ള ഒരു വ്യക്തിയുമാണ് നിങ്ങൾ എന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു രീതി നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായിരുന്നു എന്ന് നിങ്ങൾ തെളിയിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. അപ്പോൾ ഇപ്പോൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കുക, നിങ്ങളിലേക്ക് എത്തേണ്ടത് നിങ്ങളിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ്. ആൻഡ് 4 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, അമിതമായിട്ടുള്ള ചിന്ത ഒഴിവാക്കുക. കാരണം ഈ ഒരു മാസത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ കപ്സ് എനർജിയാണ് മെയിൻ. നിങ്ങളുടെ എനർജീസ് വരുന്ന മൈനർ ആർക്കോണ മെയിൻ നിങ്ങളുടെ എനർജീസ് കപ്പ് എനർജി ആൻഡ് ക്യൂൻ എനർജീസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഇമോഷൻസ് വളരെ ഇമോഷണലാണ്, വികാരധീനരാണ് നിങ്ങളിപ്പോൾ എല്ലാ കാര്യത്തിലെന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ ഇവിടെ 4 ഓഫ് കപ്സ് എനർജി സൂചിപ്പിക്കുന്നത് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിക്കൊണ്ട്, അതായത് ആലോചനയിൽ മുഴുകിയിരിക്കുകയാണ്. വളരെ ഡിപ്രസീവ് സ്റ്റേറ്റിലേക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരേ സമയം തന്നെ ലൈഫ് ബാലൻസ്ഡ് ആവുന്ന സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ കൂടിയും ചില കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും പഴയതിൽ തന്നെ തങ്ങി നിൽക്കും. അപ്പോൾ ആ ഒരു ബാലൻസിലേക്ക് വരുന്ന സമയം തുടക്കമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മിസ്സായി പോകും, ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും, വീണ്ടും പഴയ ആ ചിന്തയിലേക്ക് പോകും. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഫോക്കസ് ചെയ്യാൻ നെഗറ്റിവിറ്റിയിലല്ല പോസിറ്റിവിറ്റിയിൽ. വളരെ പെസിമിസ്റ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങൾ, ശുഭാപ്തി വിശ്വാസം തീരെ ഇല്ലാതെ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞില്ല, ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ജീവിതത്തെ പഴിചാരുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ ജീവിതത്തെ പഴിചാരുന്നത് നിർത്തലാക്കുക.
പഴി പറയുകയല്ല വേണ്ടത് ജീവിതത്തെ, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലുള്ള നന്മകൾ കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം ഇവിടെ നിങ്ങൾ ഒരു കംപ്ലൈൻ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്ന്, നിങ്ങളുടെ ചുറ്റുമുള്ള ചില ആളുകളുണ്ട്, ഒരേ സമയം തന്നെ വളരെ നല്ല ആളുകളും അതേസമയം തന്നെ ഒരു ഗോസിപ്പ് അതുപോലുള്ള ഇതിലേക്ക് നിൽക്കുന്ന ആളുകളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ അത് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. 8 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു 8 ഓഫ് കപ്സ് എനർജി നിങ്ങളിലേക്ക് എത്തുന്നത് വിട്ടുകളയുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ പലപ്പോഴും ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാതെ ജീവിതത്തെ വിട്ടുകളയുന്ന ഒരു സിറ്റുവേഷൻ. റിലീസിങ് ദാറ്റ് നോ ലോങ്ങർ സെർവ്സ് യു. അപ്പോൾ ജീവിതത്തിൽ വിട്ടുകളയേണ്ടുന്ന കാര്യങ്ങൾ അതിൻ്റെ നമ്മളിപ്പോൾ പലപ്പോഴും ലൈഫിൽ വിട്ടുകളയാത്ത നമ്മളുടെ ലൈഫിൽ നിന്ന് പോകേണ്ടുന്ന സിറ്റുവേഷൻ വന്നാൽ കൂടിയും പല കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ വിട്ടുകളയുന്നില്ല എങ്കിൽ ജീവിതം മുന്നോട്ടേക്കല്ല പോകുന്നത്, നമ്മളവിടെ ലൈഫ് സ്റ്റക്കായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഷിഫ്റ്റ് ആവശ്യമാണ്, ഒരു ട്രാൻസിഷൻ ആവശ്യമാണ്. ട്രാൻസിഷൻ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നിങ്ങൾ വിട്ട് മുന്നോട്ടേക്ക് പോവാം. അതിപ്പോൾ സൗഹൃദങ്ങളാണെങ്കിലും ജോലിയാണെങ്കിലും ചില ആളുകൾ വിദ്യാഭ്യാസം നിർത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അതിനർത്ഥം അതുകൊണ്ട് ലോങ് ടേമിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അത് പിന്നീട് നിങ്ങൾ വീണ്ടും തിരിച്ച് വിദ്യാഭ്യാസം നേടിയെടുക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ടും കരിയർ വൈസും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒരു വിട്ടുകളയൽ എന്ന് പറയുന്ന ഒരു പക്ഷെ നിങ്ങളുടെ വിദ്യാഭ്യാസം വിട്ടുകളയാനായിരിക്കില്ല, ആ ഒരു ചുറ്റുപാട്, ആ ഒരു കോളേജ്, ആ ഒരു യൂണിവേഴ്സിറ്റി, ആ ഒരു സ്ഥലം, ആ ഒരു സാഹചര്യം, ഇതൊക്കെ വിട്ടുകളയുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. പക്ഷെ അത് വിട്ടുകളയണമെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം അവിടെ നിന്ന് വിട്ടുകളയേണ്ടുന്ന സിറ്റുവേഷനാണ്. ഒരുപക്ഷെ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന നിങ്ങളുടെ കോളേജ് മാറുന്നതാവാം, ഒരു സ്ഥലത്തു നിന്ന് മാറി അത് വിട്ടിട്ട് പുതിയൊരു സ്ഥലത്ത് പോയി ജോയിൻ ചെയ്യുന്നതും ആവാട്ടോ. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ എനർജി ഓഫ് 2 പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ കാവൽ മാലാഖ എന്ന് പറയുന്ന ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് പറയാം. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആൻഡ് ക്യൂൻ ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ നല്ല നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് നല്ല ബന്ധങ്ങളിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ കേട്ട് സംസാരിച്ച് പക്വതയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നതിന് പകരം നിങ്ങൾ കൂടെ കൂട്ടിയിരിക്കുന്നത് ഈ ദുഃഖങ്ങളും പായാരം പറച്ചിലും ഒരുമാതിരി അങ്ങനെയുള്ള സംസാരങ്ങളുണ്ടല്ലോ, എന്താണ് എപ്പോഴും സങ്കടങ്ങൾ പറയുക, അങ്ങനെയുള്ള പറച്ചിലുകളിലാണ് കൂടി നിൽക്കുന്നത്. അതിൽ നിന്നും മാറി നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, പക്വതയോട് സംസാരിക്കുന്നവരുമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എനർജി, ക്യൂൻ ഓഫ് ഫോൺസ് എനർജി സൂചിപ്പിക്കുന്നത് ഒന്ന്, നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു സമയമാണ്, അതിൻ്റെ ഒരു തുടക്കമാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തമായിട്ടൊരു ജോലി, പുതിയൊരു ജോലി ലഭിക്കുന്നുണ്ടാവും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. ചില സിംഗിൾ പാരൻസ്, ഇപ്പോൾ ഡിവോഴ്സായിട്ട് സിംഗിൾ പാരൻസ് കുട്ടികളൊക്കെ ഉള്ളവരാണ്. നിങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ടേക്ക് ധനപരമായിട്ട്, കാരണം അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അത് ലഭിക്കുന്നുണ്ടാവാം. ലൈഫിലൊരു ഹാപ്പിനെസ് തിരിച്ചു കിട്ടുന്നുണ്ട്, ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഇടയിൽ പറയുമ്പോഴും ആ സങ്കടത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും മോചിതരായിട്ടില്ല, ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് പൂർണ്ണമായിട്ടും ഒരു മോചനത്തിന് നിങ്ങൾ സമയമെടുക്കും, ഹീലിംഗ് നോക്കുക, ഹീൽ ചെയ്യാൻ ശ്രമിക്കുക, മെഡിറ്റേഷനും യോഗ പോലുള്ള കാര്യങ്ങൾ തൽക്കാലം ചെയ്യാം. ഇതൊക്കെ നിങ്ങളെ വളരെയധികം പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. ലൈഫ് ലോങ് പല കാര്യങ്ങളും നമ്മൾ ലൈഫിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കുന്നത് പല ഹീലിങ്സും ചെയ്യാം. മിക്സ്ഡ് ഇമോഷനാണ് ഈ ഒരു മാസം. അത് നിങ്ങളുടെ കൈകളിലാണ്, നിങ്ങൾ ഇത് എത്രത്തോളം പോസിറ്റീവായി ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം അതിനുവേണ്ടി ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് പൈൽ നമ്പർ 2ലേക്ക് കടക്കാം. പൈൽ നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്നുള്ളത്. സോ ലെറ്റ്സ് സീ. പൈൽ നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ്? ഓക്കെ, സോ പൈൽ നമ്പർ 2, ഈ ഒരു ഒക്ടോബർ മാസത്തേക്കുള്ള നിങ്ങളുടെ സന്ദേശം, ഈ ഒരു ഒക്ടോബർ മാസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2, pile number 2. Knight of Pentacles, Moon card, 6 of Wands, 6 of Cups energy, okay, 7 of Cups and Fool energy, okay.
നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സറൗണ്ടഡ് ബൈ ഫൂൾ ആൻഡ് 7 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പൊ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ലൈഫിൽ നമ്മൾ ആദ്യം തന്നെ നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ഇന്ന കോഴ്സ് എടുക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മാതാപിതാക്കളും ഒരുപക്ഷെ ഒരു പരിധിവരെ നിങ്ങൾ ചിലപ്പോൾ മാതാപിതാക്കളെ സമ്മതിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ വകയിൽ ഏതെങ്കിലും അമ്മാവനോ ആരെങ്കിലും ഒക്കെ വന്നിട്ട് അതിനൊരു സ്കോപ്പില്ല, അല്ലെങ്കിൽ ഇന്ന ആളത് പഠിച്ചതാണ്, അവർ പഠിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഇതാണ് വന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്ത. അങ്ങനെ അവർ തിരിച്ചതിനെക്കുറിച്ച് പുനർചിന്തനം നടത്തുന്നുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളൊരു ഒരു കോഴ്സ് എടുക്കാൻ പോകുന്നു, ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ജോലി, ഇപ്പോൾ ഈ ജോലി മാറാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഇപ്പോൾ ജോലി മാറാൻ പറ്റിയ സമയമല്ല, ഇപ്പം ഇന്നത് ചെയ്യാൻ പറ്റിയ സമയമല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെയല്ല, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരുപക്ഷെ ജനറലി ആ സമയം നല്ലതല്ലായിരിക്കാം, പക്ഷെ അതിനർത്ഥം നിങ്ങൾക്ക് ആ സമയം നല്ലതല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ പൊതുവിലൊരു ഓപ്പർച്യൂണിറ്റി, അവസരം വരുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റും. പക്ഷെ നിങ്ങൾ ആ അവസരം എടുക്കുന്നതിന് പകരം മറ്റുള്ളവർ എന്താണോ പറയുന്നത് അത് ചിന്തിച്ചിട്ട് സ്വയം വിശ്വസിക്കാതിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവിടെ പറയാനുള്ളത്, ബിലീവ് ഇൻ യുവർസെൽഫ്. നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺട്രോളിലാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ പറയാനുള്ളത്. നെക്സ്റ്റ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ഇവിടെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെയോ സമ്പത്തിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ നിങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ കൊച്ചിലെ മുതൽ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ബിസിനസ്സിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ, മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ കൊച്ചിലെ മുതൽ കേൾക്കുന്നതായിരിക്കും, നമ്മളൊന്നും അങ്ങനെ അതൊക്കെ വലിയ വലിയ ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ ഒക്കെ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നതാണ്, ലോണൊന്നും എടുക്കാൻ പറ്റില്ല, ലോണൊന്നും ഇല്ലാതെ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ അങ്ങനെ പല ലോൺ എടുക്കാതെ ഇരിക്കുന്നതാണ് ഒരു നോർമൽ ഒരു രീതിയിൽ ജീവിക്കുന്ന ആളെ സംബന്ധിച്ച് നല്ലത്. പക്ഷെ ഒരു വലിയ രീതിയിലേക്ക് ബിസിനസ് കൊണ്ടുപോകണമെങ്കിൽ അതിനനുസരിച്ച് ലോൺ എടുക്കാതെ കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ പൊതുവെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ മണി നമ്മൾ ഇങ്ങനെയാണ്, സമ്പത്ത്, അതായത് പൈസ കൈകളിലേക്ക് നമ്മൾ സമ്പാദിക്കുക എന്നുള്ളത്, ഒരു നോർമൽ ലൈഫ് ജീവിക്കുക എന്നുള്ള രീതിയാണ്. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട്, നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ട്, ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ശ്രമിച്ചാൽ മാത്രമാണ് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഒരിക്കലും ആ ഒരു ലെവൽ, നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്തണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം അല്ലാത്ത പക്ഷം നിങ്ങളിലേക്ക് അത് എത്തില്ല. നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ, നിങ്ങൾ ഒരു സമ്പന്നയോ ആവാൻ വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ ആഗ്രഹമാണ് ഈ വലിയൊരു രീതിയിൽ ബിസിനസ്, ഇങ്ങനെയൊരു കരിയർ എടുക്കണം എന്നുള്ളത്. പിന്നെ സാമ്പത്തികമായിട്ട് ഒരു മുന്നോട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ നമ്മൾ പറയല്ലോ, കുറച്ചധികം റിലീജിയസ് ആയിട്ടുള്ള ചില ആളുകൾ, എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിലായാലും ഏത് റിലീജിയനിലായാലും ഒത്തിരി റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ, എന്താണ് സ്പിരിച്വാലിറ്റി, റിലീജിയൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറഞ്ഞു പഠിപ്പിക്കുന്ന പഴയ കാലത്തിൽ ഉള്ള ആളുകളാണ്. നമ്മൾ അധികമൊന്നും ആഗ്രഹിക്കാൻ പാടില്ല, കൂടുതൽ ആഗ്രഹിക്കുന്നത് തെറ്റാണ് എന്നുള്ളത്. അപ്പം ആ രീതിയിൽ ഉള്ള ആളുകളാണ് ചുറ്റുമുള്ളതെങ്കിൽ നിങ്ങളെ പുറകോട്ടേക്കായിരിക്കും വലിക്കുന്നത്. നമ്മൾ ശരിയായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്, ലീഗലി ആൻഡ് മോറലി കറക്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ നേടാനായിട്ട് മുന്നോട്ടേക്ക് പോവാം. ആ ഒരു രീതിയിലുള്ള ചിന്തയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നേറാൻ ചെയ്യേണ്ടുന്ന പ്രവൃത്തി ചെയ്യാം. ഓക്കെ, അപ്പോൾ പണം നിങ്ങളെ തേടി എത്തുന്നു, അല്ലെങ്കിൽ സക്സസ്, വിക്ടറി സക്സസ് നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളത്. കാരണം ഇവിടെ മൂൺ കാർഡാണ്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഒരു വ്യക്തതയില്ലായ്മ, ഇത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി കുറവ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം.
അതുകൊണ്ടാവാം ഈ ഒരു വ്യക്തതയില്ലായ്മ. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുന്നോട്ടേക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവാം. കാരണം നിങ്ങൾ ചിലപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇനി നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ചിന്ത മൈൻഡിൽ കയറി കൂടിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിൽക്കുന്നതാണോ നല്ലത്, വിദേശത്ത് നിൽക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ വിദേശത്ത് സെറ്റിൽ ആവുന്നതാണോ നല്ലത്, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത മൈൻഡിലുള്ളവർ, അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിൽക്കുന്നു, അപ്പോൾ ഈ ജോലിയിൽ പ്രത്യേകിച്ച് ഒരു സക്സസ് ഒന്നും അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ഒന്നും കാണിക്കുന്നില്ല, അപ്പോൾ പുതിയ ജോലിയിലേക്ക് പോകണോ, ഈ ജോലി തന്നെ തുടരണോ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഒളിച്ചു വെക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കാത്ത കാര്യമായിരിക്കും. പക്ഷെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തോ കാര്യം സംസാരിക്കണമെങ്കിൽ ഈ കാര്യം കൂടി ചേർത്ത് പറയേണ്ടി വരുന്ന ഒരു കാര്യം ആണ്. അപ്പോൾ ഇനി അത് അവരോട് എങ്ങനെ പറയും, നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം എന്നുള്ളൊരു സംഘർഷമായിരിക്കും. ഒത്തിരി ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ട്. മുന്നോട്ടേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ സ്വപ്നവും യാഥാർത്ഥ്യവും തിരിച്ചറിയാനായിട്ട്, അല്ലെങ്കിൽ അതിനെ തമ്മിൽ വേർതിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെയുണ്ട്. പിന്നെ സ്വപ്നം എന്ന് പറയുന്നത് സ്വപ്നമായിട്ടിരിക്കുന്നത് നമ്മളത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കാത്തപ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സ്വപ്നമുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ സ്റ്റെപ്സ് എടുത്താലാണ് അത് യാഥാർത്ഥ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവട്ടുപടി. അപ്പം അതിനു വേണ്ടിയിട്ടും നിങ്ങൾ തന്നെയാണ് ശ്രമിക്കുക. ഒരു ലീനിയർ തിങ്കിങ്ങിലേക്ക് പോകാൻ ശ്രമിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സ്പിരിച്വാലിറ്റി, ആത്മീയത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. കാരണം ആ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആകുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന കാര്യങ്ങളെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു, അതിനെ മിസ് ഇന്റർപ്രറ്റ് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മനസ്സിന്റെ ഉള്ളിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഇലൂഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളത് കൂടിയിട്ടാണ്. നിങ്ങളുടെ ചിന്തകളിൽ നിന്ന്, അതായത് ഇപ്പോൾ ഒരു മൂൺ എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ക്ലിയർ അല്ല, ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ല. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മൂൺ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൂര്യന്റെ വെളിച്ചത്തിൽ കാണുന്നതിന്റെ ആ ഒരു തെളിച്ചം എന്തായാലും ആ ഒരു നിലാവുള്ള രാത്രിയിൽ ആണെങ്കിൽ പോലും അത്രയും ഒരു തെളിച്ചത്തിൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റില്ല. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹീലിംഗ് ആവശ്യമുണ്ട് എന്നുള്ളതും കൂടിയിട്ടാണ്. പിന്നെ നിങ്ങളുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റീസ്, അസഹിഷ്ണുത അല്ലെങ്കിൽ അപകർഷതാ ബോധമൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ ഈ ഒരു അപകർഷതാ ബോധം മനസ്സിൽ നിന്ന് മാറ്റുക, എങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ക്ലാരിറ്റി തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ലൈഫ് ലോങ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുണ്ട്. അത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സോളാർ പ്ലെക്സസ് ചക്ര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ മെഡിറ്റേഷൻ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ 6 ഓഫ് വൺസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചില ആളുകൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവരുടെ മുമ്പിൽ, അതായത് ക്യാമറയ്ക്ക് മുമ്പിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ, അതായത് കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിനോട് ഡയറക്റ്റ് കോണ്ടാക്റ്റിലുള്ള ജോലിയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ ആവാം, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലുള്ള ആൾ, ഇപ്പോൾ ബാങ്കിൽ ആളുകളോട് നേരിട്ട് സംസാരിക്കുന്ന ഇതിലിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചറായിരിക്കാം, ഇപ്പോൾ ലെക്ചറായിരിക്കാം, പ്രൊഫസറായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരാളായിരിക്കാം, ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു തലത്തിൽ ഒരു സിംഗർ ആയിരിക്കാം, ആക്ടർ ആയിരിക്കാം. ഈ ഒരു സമയം, ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് നിങ്ങളൊരു കലാകാരനോ കലാകാരിയോ ആണ് എങ്കിൽ പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസം നിങ്ങൾക്കൊരു പുതിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആകാൻ സാധ്യതയുള്ള ഒരു അത്രയും നല്ല ഒരു ടേണിംഗ് പോയിന്റ് ആകാൻ തരത്തിലുള്ള ഒരു പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് സീരിയൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നിങ്ങൾ അടുത്തിടയ്ക്ക് ചെറിയ സീരിയലിലൊക്കെ അഭിനയിച്ചു, നിങ്ങൾക്കൊരു സിനിമയിലേക്ക് നിങ്ങൾ സീരിയലിൽ നായികയോ ആയിട്ട് ഒത്തിരി അഭിനയിച്ചിട്ടുണ്ടാവാം, ഒരു സിനിമയിലേക്ക് നായികയായിട്ട് വിളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു.
അത് ഏത് വ്യക്തിയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് ആ വ്യക്തിക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും അങ്ങനെ ഒരു സാധ്യത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പൊതുവിൽ പറഞ്ഞത് കൂടിയാണ് കേട്ടോ, ആ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് മാത്രമല്ല. പിന്നെ പെട്ടെന്ന് ആ ഒരു വ്യക്തിയാണ് മുഖം ഓർമ്മ വന്നിട്ടുള്ളത്. എന്തായാലും സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയർ, അതേപോലെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അതായത് ഡയറക്റ്റ് ഇതിൽ കണക്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇപ്പം ആക്ടിങ്ങിൽ അല്ലാത്തവർക്കാണെങ്കിലും കലാപരമായിട്ട് നിൽക്കുന്നവർക്ക് വളരെയധികം സാധ്യതകളുള്ളൊരു മാസം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയാം. അതേപോലെ തന്നെ 6 ഓഫ് കപ്സ് എനർജിയാണ്. കുടുംബം, കൂട്ടുകാര്, അതേപോലെ ബന്ധുക്കൾ, ഇങ്ങനെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരു ഒത്തുകൂടൽ, എല്ലാവരും ഒരുമിച്ചുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച പോലെ മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധ്യമാക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത് അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടുതലായിട്ടുള്ള സന്തോഷമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചില ആളുകളൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ബന്ധുജനങ്ങളെയോ സുഹൃത്തുക്കളെയോ കാണുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് അവിടെ പോകാനുള്ള അവസരം കിട്ടുന്നു. എല്ലാവരെയും കാണാനും സംസാരിക്കാനും ഒത്തിരി നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ജീവിതം നിങ്ങൾക്ക് തരുന്ന ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു സന്തോഷം എന്താണ് എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിച്ചത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് കൂടിയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഒരു സുന്ദരമായിട്ടുള്ള ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു ഓർമ്മപ്പെടുത്തൽ, പുറകോട്ടേക്കുള്ള അതായത് നിങ്ങൾ ജീവിതത്തിൽ പണ്ട് നിങ്ങൾ എന്തായിരുന്നു, ജീവിതം മുന്നോട്ടേക്ക് പോയപ്പോൾ ഒത്തിരി പ്രാരബ്ധങ്ങൾ കൊണ്ട് നിങ്ങൾ വിട്ടുകളഞ്ഞ നിങ്ങളുടെ കഴിവുകൾ പലതും തിരിച്ചെടുക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത് എന്ന് മാത്രമല്ല ഫൂൾ കാർഡാണ്. അതേപോലെ 7 ഓഫ് കപ്സ് എനർജി. നിങ്ങളുടെ പല കഴിവുകളും നിങ്ങൾ പൊടി തട്ടി ഉണർത്താൻ ഈ ഒരു റിയൂണിയൻ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു റിയൂണിയൻ ഒത്തിരി പേരുള്ളതാവണമെന്നില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പഴയ സുഹൃത്തിനെയോ മറ്റോ കാണുന്നതുമാവാം. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ വിശ്വാസം അത് വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. കാരണം നിങ്ങൾക്ക് നമ്മുടെ പലരുടെയും ജീവിതം എന്ന് പറയുന്നത് വളരെ കഴിവുള്ള വ്യക്തികളുണ്ടാവും സ്കൂൾ കാലഘട്ടത്തിൽ, കോളേജ് കാലഘട്ടത്തിൽ. പക്ഷെ അത് കഴിയുമ്പോൾ പലർക്കും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവരുടെ കഴിവുകൾ, അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ദം കൊണ്ട് പകുതി വഴിയിൽ ഉപേക്ഷിച്ച കഴിവുകൾ വീണ്ടെടുക്കാനും ഒരു എനർജി നിങ്ങളിലേക്ക് വരികയാണ്, ഒരു ഫെയ്ത്ത് വരികയാണ്. ആ ഒരു ഫെയ്ത്ത്, ആ ഒരു വിശ്വാസം നിങ്ങൾ വീണ്ടെടുത്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. പുതിയ അവസരങ്ങൾ തേടി പോവുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളൊരു കലാകാരനോ കലാകാരി ആയിരുന്നിരിക്കാം. അത് ഇടയ്ക്ക് വഴി ഉപേക്ഷിച്ച് നിങ്ങളൊരു ജോലിയായിരിക്കും ഇപ്പോൾ ചെയ്യുന്നത്, 9 to 5 ജോബ്. അതിൽ നിന്ന് മാറി നിങ്ങൾ അവസരങ്ങൾ തേടുകയാണ്. ഒത്തിരി അവസരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതൊക്കെ സാധ്യമാകുമെന്നുള്ളത്. പക്ഷെ നിങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെ ഒത്തിരി അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു സൂചനയും ഇവിടെ തരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ ഫയൽ നമ്പർ 3ലേക്ക് കിടക്കുകയാണ്. ഫയൽ നമ്പർ 3. ഓക്കെ, സോ നമ്മൾക്ക് ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 3 ഒരു ഒക്ടോബർ മാസം നിങ്ങൾക്ക് എങ്ങനെയാണ്, ഫയൽ നമ്പർ 3 ഒക്ടോബർ മാസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Hanged Man energy, Page of Cups, 2 of Cups, 10 of Cups, അതേപോലെ തന്നെ Wheel of Fortune and 5 of Cups എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള സൗഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടില്ല എന്ന് നടിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അത് വലിയ സൗഭാഗ്യമാണ്. ഒരുപക്ഷെ അതോ അതിലപ്പുറമോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും അത്
അതൊരു സൗഭാഗ്യമാണ് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതിനെ തേടി പോകുന്നു എന്നാണ് നമ്മൾ പറയില്ലേ, ക്രൈങ് ഓവർ ദി സ്പിൽ മിൽക്ക്, അതായത് ഒഴുകിപ്പോയ കളഞ്ഞുപോയ ഇതിന്റെ പുറകെയാണ് നിങ്ങൾ, അതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ചിന്തിച്ച് കരഞ്ഞതുകൊണ്ട് അത് തിരിച്ചു വരില്ല ഒരിക്കലും. പക്ഷെ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് നിങ്ങളിപ്പോ ഇവിടെ ഒരു എനർജി കാണിക്കുന്നത്, ഇപ്പൊ പ്രണയ വിവാഹം അല്ലെങ്കിൽ വിവാഹം നടന്നിട്ടുള്ള ഒരു വ്യക്തി, വിവാഹിതരായിട്ടുള്ള ഒരു വ്യക്തി, നിങ്ങൾക്ക് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നിരിക്കുക. പക്ഷെ നിങ്ങൾ വിവാഹശേഷം നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആരായാലും നിങ്ങൾ ഒരുമിച്ച് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ചില എല്ലാ വ്യക്തിയിലും ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടാവാം. ഓരോ വ്യക്തിക്കും നല്ലതും ചീത്തയും ഉണ്ട്. അപ്പൊ ചീത്ത കാര്യങ്ങളിൽ മാത്രം ഊന്നി നിന്നിട്ട് പണ്ടുണ്ടായിരുന്ന പ്രണയം ആ വ്യക്തി നല്ലതായിരുന്നു എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ വേറൊരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം അതായിരുന്നു ബെറ്റർ എന്ന ചിന്ത. കാരണം നമ്മുടെ കയ്യിൽ എപ്പോഴും എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഇല്ലാത്തത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. കാരണം അത് നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അനുഭവിക്കാത്ത കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു വ്യക്തിയോട് കൂടി ഒരു വിവാഹ ജീവിതം നിങ്ങൾ നടത്തിയിട്ടില്ല. പ്രണയത്തിൽ എങ്ങനെയാണോ വിവാഹം ചെയ്ത് കഴിഞ്ഞിട്ട് വിവാഹ ജീവിതം എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു ചിന്താഗതി നിങ്ങളിലുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവർ, അപ്പുറത്തെ വീട്ടിലവർ കാറുണ്ട്, അല്ലെങ്കിൽ അവര് ചെറിയ ജോലിയാണെങ്കിൽ കൂടി ഒരു വളരെ ലാവിഷായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും നിങ്ങളും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കമ്പയർ ചെയ്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. അതിന് നിങ്ങളിനി മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടായാൽ മാത്രമാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു മാസം ഹാങ്ഡ് മാൻ എനർജിയാണ്, സ്റ്റക്കാണ്. തീർച്ചയായിട്ടും സ്റ്റക്കാണ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരേപോലെ മൊത്തം ലൈഫ് സ്റ്റക്കാണ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. സ്റ്റക്കാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ലൈഫ് എന്തോ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും എല്ലാവരും എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിരുന്നാൽ മാത്രമേ ഹാപ്പി ആയിരിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ഹാപ്പി ആവില്ല. കാരണം ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് സങ്കടപ്പെടും. അത് ശരിയാകുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അത് ശരിയാകുമ്പോൾ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നം, അത് കഴിയുമ്പോൾ എന്തോ മാനസിക പ്രശ്നം. അപ്പോൾ ഓരോ സമയത്തും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് അതൊരു എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഇടയ്ക്ക് ഉണ്ടായേക്കാം, എല്ലാം നല്ലതായിട്ടില്ല. പക്ഷെ അതിനർത്ഥം നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെ മാത്രം ആലോചിച്ച് ടെൻഷൻ അടിക്കുക എന്നുള്ളതല്ല. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏത് ഏരിയ ആണോ, ഏത് ഭാഗമാണോ സ്റ്റക്കായിട്ടുള്ളത്, അതിനെങ്ങനെയാ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് ചിന്തിച്ച് അതിനുവേണ്ടി ശ്രമിക്കുക. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചാൽ അതൊരിക്കലും ടെൻഷൻ അടിച്ചുകൊണ്ട് നേരെയാവില്ല. മറിച്ച് അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ഇവിടെ പറയാനുള്ളത് ഇപ്പോൾ സ്റ്റക്ക് എനർജിയാണ്. ഇപ്പോൾ നിങ്ങളൊരു ജോലിയിലാണ്. ഇപ്പോൾ ജോലി നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത് ഭയങ്കര സ്ട്രെസ്സാണ്, മറ്റു കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ ജോലി മാറാൻ പറ്റിയ സമയമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ജോലിയിൽ തുടരേണ്ടി വരും. അപ്പോ ആ ജോലിയിൽ ഇതേ മുഖത്തോടു കൂടി, ഇതേ ചിന്തയോടു കൂടി, ഇതേ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഓൾറെഡി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ജോബിൽ പിന്നെയും സ്ട്രെസ് കൂടുകയാണ്. അപ്പോൾ അതിൽ നല്ലത് എന്തെങ്കിലും കണ്ടെത്താൻ ദിവസവും, അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചില ആളുകൾ വഴിപാട് കഴിക്കുന്ന പോലെയാണ്, ഒന്ന് പോയി വഴിപാട് കഴിച്ചു തീർന്നു. ആ ഒരു രീതിയല്ല, എന്നും അതിനുവേണ്ടി പ്രയത്നിക്കണം ഓരോ ദിവസവും. എങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി അത് ജോലിയല്ല, നിങ്ങളുടെ വിവാഹിക ജീവിതത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ പാരന്റ്സുമായിട്ടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും അവിടെയും നിങ്ങളൊന്ന് സംയമനം പാലിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റക്കായി നിൽക്കുന്ന സമയമാണ്. അതിനർത്ഥം ആ റിലേഷൻഷിപ്പ് വിട്ടുകളയുക എന്നുള്ളതല്ല, അത് സ്റ്റക്ക് മാത്രമാണ്. അത് മുന്നോട്ടേക്ക് വീണ്ടും പഴയ രീതിയിൽ തന്നെ പോകും. പക്ഷെ ഇപ്പോഴത്തെ സമയം അത്ര നല്ലതല്ലാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നിങ്ങളെ മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ഇഷ്ടമുള്ളത്, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചെയ്യാം. അപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ജോലിയായിരിക്കും, ഒരാൾക്ക് കുടുംബമായിരിക്കും, മറ്റു ചിലർക്ക് വിദ്യാഭ്യാസമായിരിക്കാം.
ചില ആളുകൾ വിദ്യാഭ്യാസം ഇപ്പോൾ പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥ സ്റ്റക്കായി പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റു കാര്യങ്ങൾ ചെയ്യാം. ഒരു ലെവൽ ഓഫ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി നോക്കുക. ആ ജോലി സാമ്പത്തികം അത് വെറുതെ ചെലവാക്കാതെ അത് നിങ്ങൾ കിട്ടിയ കാശ് സേവ് ചെയ്ത് വെക്കുക. പിന്നീട് നിങ്ങൾക്ക് തന്നെ വിദ്യാഭ്യാസം മുന്നോട്ടേക്ക് പോകാനൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾക്കൊന്നും ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റക്കായതിൽ നിന്ന് മാറാൻ പറ്റില്ല. ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾ എല്ലാത്തിലും സ്റ്റക്കാക്കി വെക്കാതിരിക്കുക. ഒരു കാര്യത്തിൽ സ്റ്റക്കാണെങ്കിൽ അതിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്യുക. പക്ഷെ മറ്റു കാര്യങ്ങളിൽ ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ പേജ് ഓഫ് കപ്സ് എനർജി, ഇവിടെ പേജ് ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ് എനർജിയാണ്. പൊതുവിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഇഷ്യൂ സ്റ്റക്ക് എനർജി കൂടുതലും നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ കരിയർ അല്ലെങ്കിൽ ഫിനാൻസ് ആയിരിക്കാം. അതല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിത്ത് എന്തെങ്കിലും റിലേറ്റീവ്സോ മറ്റോ ആയിരിക്കാം, അല്ലെങ്കിൽ പാരന്റ്സും. വിവാഹ ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയാണ് ഇപ്പൊ പറയുകയാണെങ്കിൽ പറയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇഷ്യൂസ് ഉള്ള ആളുകളുണ്ട് ഇതില്, പക്ഷെ അത് റെയർ കേസാണ്. പൊതുവിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുന്നത് പാരന്റ്സോ മറ്റ് റിലേറ്റീവ്സോ ആണ്. അത്രയും ഒരു ആത്മബന്ധമുള്ള സൗഹൃദങ്ങൾ തമ്മിലോ പ്രണയങ്ങൾ തമ്മിലോ ഇഷ്യൂസ് അങ്ങനെ വലിയ രീതിയിൽ കാണിക്കുന്നില്ല. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിന്റെ ഒരു കാലഘട്ടമാണ്, പ്രണയം പൂക്കുന്ന സമയമാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ വിദേശത്തൊക്കെ പഠിക്കാൻ പോയിട്ടുള്ളവരാണ് എങ്കിൽ, ഇനി നിങ്ങളുടെ മക്കളാണെങ്കിലും വിദേശത്ത് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രണയത്തിനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റൊരു നാട്ടിലെ മറ്റൊരു രാജ്യത്തെ വ്യക്തിയുമായിട്ടാണ് പ്രണയ സാധ്യത. ഒരു ഇന്റർറേഷ്യൽ മാരേജ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പ്രണയം പിന്നീട് വിവാഹത്തിൽ കലാശിക്കാനും മതി. പക്ഷെ ഇപ്പോ ഒക്ടോബർ മാസത്തിലെ ഇത് പറയുകയാണെങ്കിൽ ഒരു പ്രണയം, ഒരു പ്രപ്പോസലൊക്കെ വരുന്നുണ്ട്, സിറ്റുവേഷൻസ് കാണിക്കുന്നു എന്ന് തന്നെ പറയുന്നു. പ്രണയവും മറ്റും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ. അതേപോലെ 2 ഓഫ് കപ്സ് എനർജിയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹം സൂചിപ്പിക്കുന്നുണ്ട്. സോൾമേറ്റ് കണക്ഷൻസ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് ഒക്കെ ചില ആളുകളെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ട്വിന്നെ കണ്ടെത്തുന്നുണ്ടാവാം. അതേപോലെ നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്തുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇത് സൂചിപ്പിക്കാൻ വിവാഹം, നിങ്ങൾ സോൾമേറ്റ്സ് നിങ്ങൾ വിവാഹം കഴിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആവും. പിന്നെ ഇത് പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 2 ഓഫ് കപ്സ് എനർജിയാണ്. 2 ഓഫ് കപ്സ് എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഒരു നല്ലൊരു സൗഹൃദം. നല്ല സൗഹൃദം എന്ന് പറയുമ്പോൾ ഇനി വിവാഹം ആണെങ്കിൽ കൂടിയും അതിൽ ആദ്യം വരുന്നത് സൗഹൃദമാണ്. നല്ലൊരു സൗഹൃദം, നല്ലൊരു റൊമാൻറ്റിക് പാർട്ട്ണർഷിപ്പ്. പക്ഷെ സൗഹൃദം എന്ന് പറയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടേക്കും അതുപോലെ രണ്ടുപേരും വില കൽപ്പിക്കുന്ന തരത്തിലുള്ളൊരു ജീവിത പങ്കാളി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് മാരേജ് ആവാം. ഇപ്പോൾ ഈ മാസം മാരേജ് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളവരോ ഈ മാസം മാരേജിലേക്ക് പോകുന്നവരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിയും നിങ്ങൾ തമ്മിലുള്ള ഒരു ജീവിതം എന്നും കൈകോർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്ന, ഒരുമിച്ച് നടക്കുന്ന ഒരു ജീവിതമാണ്. എല്ലാ അർത്ഥത്തിലും ഒരുമിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്ന അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഫിനാൻഷ്യലി രണ്ടുപേരും അവരവരുടെ കരിയറിലും അവരുടെ ജീവിതത്തിലും മുന്നോട്ടേക്ക് പോകുന്നത്, രണ്ടുപേരും മാനിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്, നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടുന്ന അത്ര എഫേർട്ട് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഇടുന്നുണ്ട്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ബാലൻസ് ഉണ്ട് ജീവിതത്തിൽ, ഒരു ഹാർമണി, ഒരു നല്ലൊരു ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻ, പ്രണയം ഒക്കെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ നേരത്തെ ഒരു സ്റ്റക്ക് എനർജി പറഞ്ഞിരുന്നു. ഈ ഒരു മാസം വിവാഹിതരാകുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ഇനി സ്റ്റക്കാണ് കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടെങ്കിൽ ഈ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് മാസങ്ങൾ എടുക്കും. പക്ഷെ ഈ ഒരു വിവാഹം ഈ ഒരു മാസത്തിൽ നടക്കുന്നവരാണെങ്കിൽ സ്റ്റക്ക് എനർജിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നിങ്ങൾ ഒരുമിച്ചായിരിക്കും. നിങ്ങളുടെ പാർട്ട്ണറുടെ ജോലി സംബന്ധമായിട്ട് നല്ലൊരു എനർജിയാണ്. പക്ഷെ നിങ്ങൾ പാർട്ട്ണറുമായിട്ട് ചേർന്നിട്ട് ശരിക്കും ഒരു ബിസിനസ് പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ മാത്രമല്ല ഒരു ബിസിനസ് പാർട്ട്ണർ കൂടിയിട്ടാകുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫിൽ ഒരു
ആ ഒരു കണക്ഷൻ ജസ്റ്റ് ലൈഫ് പാർട്ട്ണർ എന്നുള്ളതല്ല, ലൈഫ് പാർട്ട്ണർ മാത്രം അല്ലാതെ ഫിനാൻഷ്യലിയും നിങ്ങൾ പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വെറുതെ ഒരു ഭാര്യ അല്ലെങ്കിൽ വെറുതെ ഒരു ഭർത്താവോ എന്നുള്ളതല്ലാതെ രണ്ടുപേരും അങ്ങനെ ഒരു പ്രണയം, അങ്ങനെ ഒരു ജീവിതം, 10 of Cups എനർജിയാണ്. വിവാഹം കഴിഞ്ഞിട്ട് അടുത്ത് കുറച്ച് നാളുകളായിട്ടുള്ളവരാണ് വിവാഹ ബന്ധത്തിൽ. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്നുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ആഗ്രഹിച്ച ലെവലിൽ സ്വസ്ഥമായിട്ട് ഒരുമിച്ചിരിക്കാൻ പല പല കാരണങ്ങൾ കൊണ്ട് പറ്റിയിട്ടുണ്ടാവില്ലെങ്കിൽ ഇപ്പോൾ ഒരു സന്തോഷമാണ്. ഇപ്പോൾ റിട്ടയർമെന്റ് ഫേസിലാണെങ്കിൽ നിങ്ങൾ മക്കള് അടുത്തുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റാരും നിങ്ങൾ ഈ റിട്ടയർമെന്റ് ഫേസ് ആഘോഷിക്കുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ വീട് പണിയുന്നുണ്ടാവും, വീട് മാറുന്നുണ്ടാവും, കൂട്ടുകുടുംബമായിരുന്നിരിക്കുക, അപ്പോൾ വീട് മാറുന്നു. എന്തുകൊണ്ടായാലും പല കാരണങ്ങൾ കൊണ്ട് ഒരുമിച്ചിരിക്കാൻ സമയം കിട്ടാതെ ഇരിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു ഒക്ടോബർ മാസത്തിലും ഇനി ചില ആളുകളെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരുമിച്ചിരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് തന്നെ പറയാം. ഹാപ്പി ആയിട്ട് ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. ചില ആളുകൾക്ക് നിങ്ങൾ ഇനി വിവാഹം കഴിഞ്ഞ സമയത്തൊന്നും സ്വസ്ഥമായിട്ട് ഒരു ഹണിമൂൺ പോലും പോകാൻ പറ്റാത്തവർ ഒരു സെക്കൻഡ് ഹണിമൂൺ, അല്ലെങ്കിൽ നിങ്ങളുടെ തൃപ്തിയോട് കൂടിയിട്ട് ഒരു ഫസ്റ്റ് ഹണിമൂൺ എന്ന് തന്നെ പറയാവുന്ന ഒരു ഹണിമൂൺ നിങ്ങൾ ആഘോഷിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 5 of Cups എനർജിയാണ്. നിങ്ങളുടെ ചില ആളുകളുടെ ഉള്ളിൽ അനാവശ്യ ചിന്തയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ സാമ്പത്തികമായിട്ട് പിന്നിട്ട് നിൽക്കുന്നവര്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു തരത്തിലും മുന്നോട്ടേക്ക് മുന്നേറ്റം ഇല്ലാത്തവരാണെന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. കാരണം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ചില ആളുകൾ നക്ഷത്രം വെച്ചിട്ട് നോക്കുന്നവരായിരിക്കാം. നിങ്ങൾ നക്ഷത്രം നോക്കുമ്പോൾ ഇത് ചില ആളുകൾ പറയും ഇത് നശിച്ച നാളാണ്, ഈ നാളിലൊരു രക്ഷയില്ല എന്ന് പറയും. കാരണം നിങ്ങൾക്കറിയാവുന്ന 1-2 പേരുണ്ടാവും ചിലപ്പോൾ, അവരും ഇതേപോലെ ആയിരിക്കും. അപ്പോൾ ചില നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ പറയുന്ന സമയത്ത് ചില ആളുകൾ പറയാണ്ട് എനിക്കറിയാവുന്ന ഈ നക്ഷത്രത്തിലെ ആളുകൾ ഒക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളെ നക്ഷത്രം അറിയണമെങ്കിൽ അത്രയും അടുപ്പമുള്ള ആളുകളുടെ അടുത്തല്ലേ നക്ഷത്രം ചോദിക്കാം. നമുക്കറിയുന്ന നമ്മുടെ ബന്ധുക്കളുടെ അടുത്ത് ചോദിക്കുന്നു 1, 2, 5, 10 പേരെ. അപ്പോൾ ഒരു നക്ഷത്രത്തില് ഒരു വ്യക്തിയെ കുറിച്ചിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും റിസർച്ച് ചെയ്യും, ഇങ്ങനെ ഒന്ന് നോക്കുകയാണെങ്കിലാണ് നമുക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ പറയാനുള്ളത് നിങ്ങൾ എന്തിന്റെങ്കിലും പേരില് നിങ്ങളുടെ കഴിവില്ലായ്മ അല്ലെങ്കിൽ നിങ്ങൾ പ്രയത്നിക്കാത്തത് മറ്റെന്തിന്റെങ്കിലും പേരിൽ കൊണ്ട് ചാരാതിരിക്കുക. നക്ഷത്രത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഞാൻ ജനിച്ചത് ഇവിടെ ആയതുകൊണ്ടോ സമ്പത്തില്ലാത്തത് കൊണ്ടോ അങ്ങനെയൊക്കെ ഒന്നും ചിന്തിക്കാതിരുന്നാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നേറാൻ പറ്റുന്ന സമയമാണ്. പക്ഷെ നിങ്ങൾ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ആലോചിച്ചിട്ടോ അങ്ങനെ സ്വയം പഴിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ പോസിറ്റീവായിട്ടിരിക്കുകയും നിങ്ങൾ ആക്ഷൻ എടുക്കുകയും ചെയ്താൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു മാസത്തിൽ തന്നെ സാമ്പത്തികമായിട്ട് ഉയരുന്നുണ്ടാവില്ല. ഈ ഒരു മാസത്തിൽ നിങ്ങൾ എടുക്കുന്ന സ്റ്റെപ്പ് ആക്ഷൻ അത് മുന്നോട്ടേക്ക് പിന്നെ വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ചയ്ക്ക് സഹായിക്കുന്നതുമാവാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.